ഒരു വാർത്ത കോഴിക്കോട് കാരശ്ശേരിയിൽ ഒരു കാർ പോർച്ചിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ പിടികൂടി എന്നുള്ളതാണ്. അതൊക്കെ വാർത്തയാവുന്നത് ഈ മൂർഖനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം താമസിക്കുന്ന ഷിഗാവിൻ്റെ വീടിൻ്റെ കാർ പോർച്ചിൽ നിന്നാണ് ഈ മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം. നമ്മൾ ഈ കാർ പോർച്ചിലൊക്കെ തന്നെ വണ്ടിയുടെ അടിയിലൊക്കെ ഇനി ശ്രദ്ധിച്ചോണം. വലിയ വിഷമുള്ള മൂർഖനൊക്കെ ചിലപ്പം അവിടെ ഒളിച്ചു കിടക്കുന്നുണ്ടാകും, ഇര പിടിക്കാനിറങ്ങും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. വർഷ ഗിരീഷ് ഈ പാമ്പിൻ്റെ കഥയുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. വർഷ, പാമ്പിനെ പേടിയുള്ള ആളാണോ? ഗുഡ് മോർണിംഗ്. ഓ, വലിയ സൂപ്പർ സാധനമാണല്ലോ, നല്ല നീളമുണ്ടല്ലോ അവന്. ഓ ഓ ഇതൊക്കെ വലിയ പോയിസണസ് ആയിട്ടുള്ള കോബ്ര തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ഈ ആയുർവേദം വെച്ചിട്ട് ചില പ്രയോഗങ്ങളുണ്ട്. ആയുർവേദം എന്നറിയില്ല, ഒരു മൂർഖൻ്റെ പേര് 8 അടി മൂർഖൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് ഈ മൂർഖൻ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 അടി നടക്കുന്നതിൽ തന്നെ മരണം സംഭവിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഈ മൂർഖൻ നല്ല കിടിലം പത്തി വിടർത്തി അങ്ങനെ നിന്നാലുണ്ടല്ലോ എൻ്റെ അമ്മ. വർഷ ഗിരീഷ് പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാമ്പിനെ കണ്ടാൽ ആർക്കും പേടിയാകും. കാരണം അത്ര വലുപ്പത്തിലുള്ള ഒരു മൂർഖൻ പാമ്പിനെയാണ് ഇന്നലെ രാത്രി കാരശ്ശേരിയിലെ ഒരു വീട്ടിലെ കാർ പോർച്ചിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. കാരശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം താമസിക്കുന്ന ഷിഹാബിന്റെ വീട്ടിലെ കാർ പോർച്ചിൽ നിന്നാണ് ഈ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 9:30 സംഭവം. മൂർഖൻ പാമ്പിനെ കണ്ടപ്പോൾ തന്നെ ഈ വീട്ടുകാർ RRT, അതായത് സ്നേക്ക് റെസ്ക്യൂ RRT വളണ്ടിയറെ വിവരം അറിയിക്കുകയായിരുന്നു. ശേഷം ആ വളണ്ടിയർ എത്തിയ ഒരുപാട് നേരം പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത്. കാരണം അത്രമാത്രം വലിയൊരു പാമ്പാണെന്നുള്ള കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. വലിയ വിഷമുള്ള പാമ്പ് തന്നെയാണെന്നുള്ളതും അതിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. പാമ്പ് പിടികൂടുന്നതിനിടെ തന്നെ പാമ്പിന്റെ ആ ഒരു ചലനങ്ങളെല്ലാം അത് വ്യക്തമാക്കുന്നതുമാണ്. എന്തായാലും പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ വനമേഖലയിലെല്ലാം ഈ ജനവാസ മേഖലയിൽ ഇടയ്ക്കിടെ ഈ പാമ്പ് ഇറങ്ങുന്നത് വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ജനങ്ങളോട് ജാഗ്രത പുലർത്താൻ വേണ്ടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.